എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നിരവധി ആൾക്കാരാണ് ചോദിക്കുന്നത്. നാളെ മുതലാണ് വിതരണം ആരംഭിക്കുന്നത്. 2 മാസത്തെ ഒന്നിച്ചാണോ ലഭിക്കുന്നത്, നമുക്ക് കുടിശ്ശികയായിട്ടുള്ള 1500 കൂട്ടി ഒന്നിച്ചാണോ ലഭിക്കുന്നത്, നാളെ മുതലാണോ എന്നൊക്കെ നിരവധി ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സുഖവർദ്ധനവുണ്ടോ എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു അറിയിപ്പുകളും നമുക്ക് ഉണ്ടായിട്ടില്ല. നമുക്ക് എന്തായാലും ഈ മാസത്തെ സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. നമുക്ക് കുടിശ്ശികയായിട്ട് ഇനി നിൽക്കുന്നത് 1600 രൂപ മാത്രമാണ്. ഈ 1600 രൂപ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കുമെന്ന് മാത്രമാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതൊരു പക്ഷേ ഡിസംബർ മാസം ക്രിസ്മസിനോടനുബന്ധിച്ച് തന്നെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഒന്നിച്ച് നൽകിക്കൊണ്ട് തന്നെയും നമുക്ക് മിച്ചമുള്ള കുടിശ്ശിക 1600 രൂപയും ഈ ഒരു വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാനാണ് സർക്കാരിന്റെ നീക്കം. അപ്പോൾ എന്തായാലും ഈ മാസം 3200 എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. സർക്കാർ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ നമുക്ക് അറിയിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു തുകവർദ്ധനം ഉണ്ടാവും എന്നൊക്കെയുള്ളൊരു അപ്ഡേഷൻ വരുന്നുണ്ട്. അതിനെക്കുറിച്ചും യാതൊരു അപ്ഡേഷൻസ് നമുക്ക് എത്തിയിട്ടില്ല. എന്തായാലും ഈ മാസം 1600 രൂപ ഉണ്ടാവും. 25-ന് ശേഷമായിരിക്കും നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുന്നത്. ബാക്കി അപ്ഡേഷൻസ് ഒന്നും ഇപ്പോൾ നമുക്ക് എത്തിയിട്ടില്ല. 1600 എന്തായാലും ഉറപ്പാണ് ഈ മാസം നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ മസ്റ്ററിംഗ് ഇനി ആരെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. നിരവധി ആൾക്കാർ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഇനിയും തുക 1600 നിങ്ങൾക്ക് ലഭിക്കില്ല. അങ്ങനെയുള്ളവർ മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധിയിൽ അഗ്രി സ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ID എടുക്കണം എന്നുള്ളത് നിർബന്ധമായിട്ട് കേന്ദ്രം അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പലരും കതിറാപ്പ് എടുത്തിട്ട് ID നമ്പറാണ് എന്ന് പറയുന്നവരുണ്ട്. കതിറാപ്പ് അല്ല, കതിറാപ്പ് എടുക്കണ്ട എന്ന് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടത് സെൻട്രൽ ഗവൺമെന്റിന്റെ കേന്ദ്ര ID ആണ്, ഫാർമർ ID. ആ ID നിങ്ങൾക്ക് അപ്ഡേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ഇനി അങ്ങോട്ട് മുടങ്ങുന്നതാണ്. ഇനി ആർക്കെങ്കിലും തുക ലഭിക്കാനുള്ളവരുണ്ട്, മുടങ്ങിക്കിടക്കുന്നവരാണ്, നിങ്ങൾ ഈ ID എടുക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു തുക വിതരണം ലഭിക്കില്ല. ഇനിയിപ്പോൾ PM കിസാൻ സമ്മാൻ നിധിയിൽ തുക ലഭിക്കണമെങ്കിൽ ആർക്കായാലും, മുടങ്ങിയിട്ടുള്ളവരായാലും ഇനി 21ാമത്തെ വാങ്ങിക്കുന്നവരായാലും, ഈ ഒരു ID സെൻട്രൽ ID ഫാർമർ ID ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ഒന്നും തന്നെയും നിങ്ങൾക്ക് ലഭിക്കില്ല. ഫാർമർ ID ഉള്ളവർക്ക് മാത്രമാണ് ഇനി PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ലഭിക്കുന്നത്. ഇനി ആരെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കാത്തവരാണ്, അല്ലെങ്കിൽ ഇത് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല, അത് റിജക്റ്റ് ആയിപ്പോയി, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അത് നമുക്ക് എടുത്ത് കൊടുക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്